കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കത് ഖുർആനും സ്വഹിയായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ അത് വിശദീകരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഞാൻ ചോദിച്ചിരുന്നതെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും കോടിക്കണക്കിന് ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ എൻ്റെ രോഗം ശിഫയാക്കണേ, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ വിശദീകരിക്കുന്ന ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു, മനസ്സിൽ തേടുന്നു. ഈ ചോദ്യങ്ങൾ കേൾക്കാൻ ഈ ബദരീങ്ങൾക്കോ മുഹീദ്ദീൻ ഷെയ്ഖിനോ കഴിവുണ്ടോ? മാത്രമല്ല, നമ്മുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവാണ് എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എന്ന അള്ളാഹുവിൻ്റെ സിഫത്ത്. അപ്പം ഈ മുഹീദ്ദീൻ ഷെയ്ഖ് എൻ്റെ രോഗം ശിഫയാക്കണേ എന്ന് പറയുമ്പം ആ ചോദിക്കുന്ന ആളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കും, അത് എനിക്ക് ഉത്തരം നൽകുമെന്ന വിശ്വാസമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തിൽ പങ്കു ചേർക്കലല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ ആയത്തോതിയിരുന്നു, അത് പൂർത്തിയാക്കാൻ എന്നെ അനുവദിച്ചില്ല. കാരണം ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളവർ ദുആ ചെയ്താൽ ദുആ കേൾക്കില്ല എന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, അത് ബിംബത്തോടുള്ള ചോദ്യമാണെന്നാണ് എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. അപ്പോൾ ഇവിടെ ബിംബിച്ച് മരിച്ചുപോയ ഖാദി വലിയ ഖാസിയുടെ ഖുർആൻ പരിഭാഷയിൽ അവിടെ മലക്കുകളും ജിന്നുകളും എല്ലാവരും ഉൾപ്പെടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതാ വിശ്വസിക്കേണ്ടതെന്നുള്ള സംശയത്തിലാണ്. അതൊന്ന് വിശദീകരിക്കണം. നിങ്ങൾക്ക് അവിടെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുകയെന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. അള്ളാഹുവിൻ്റെ സിഫത്തിൽ പങ്കു ചേർക്കുക എന്നാണ് നിങ്ങൾ പറയുന്ന മർമ്മം. അള്ളാഹുവിൻ്റെ സിഫത്ത് മനസ്സിലാക്കിയെടുത്ത് ഒരു പടി തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ. അള്ളാഹു താലാൻ്റെ സിഫത്ത് ദൂരെ നിന്ന് കേൾക്കുക, അടുത്ത് നിന്ന് കേൾക്കുക, വലിയ ശബ്ദം കേൾക്കുക, ചെറിയ ശബ്ദം കേൾക്കുക, നാനാഭാഗത്തു നിന്നുള്ള ഒന്നിച്ചുള്ള സമയത്ത് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുക, അത് കേൾക്കാതിരിക്കുക, ഈ അർത്ഥത്തിലല്ല അള്ളാഹുവിൻ്റെ കേൾവിയെ അള്ളാഹുവിൻ്റെ സിഫത്തായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് തെറ്റിദ്ധാരണ അവിടെ വരും. അപ്പം അടുത്ത് നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സിഫത്താണല്ലോ. ആ കേൾവി അള്ളാഹുവിനില്ലേ? ഉണ്ടോ? അള്ളാഹുവിനുണ്ട്. എന്ന മാതിരി ദൂരെ നിന്ന് കേൾക്കുക എന്നതോ അള്ളാഹുവിനുണ്ട്. ചെറിയ ശബ്ദത്തിൽ പറഞ്ഞാൽ കേൾക്കുക, വലിയ ശബ്ദത്തിൽ കടഞ്ഞാൽ കേൾക്കുക. ശബ്ദത്തിൻ്റെ ഡെസിബലിൻ്റെ മാറ്റത്തിനനുസരിച്ചൊക്കെ ഒരു മാറ്റമില്ലാതെ അള്ളാഹു താല കേൾക്കും. എല്ലാം കേൾക്കൂലേ? അതേ സമയത്ത് മനുഷ്യന്മാർ കേൾക്കും, നമ്മൾ കേൾക്കും എന്ന് പറയുന്ന ചെറിയ കേൾവി, അടുത്തു നിന്നുള്ള കേൾവി, ഇത്ര ഡെസിബൽ ഉണ്ടെങ്കിലുള്ള കേൾവി എന്ന കേൾവിയും അള്ളാഹ്ക്കുള്ള തന്നെയല്ലേ? അത് അള്ളാഹ്ക്കല്ലേ? അള്ളാഹുവിന് ആ കേൾവിയുമില്ലേ? ഉണ്ട്. എന്നിട്ട് ആ കേൾവി നമ്മൾ മനുഷ്യന്മാർക്ക് സ്ഥാപിക്കുന്നത് കൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തിൽ നമ്മൾ പങ്കു ചേർക്കലാവുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ആവുന്നുണ്ടോ? ഇല്ല. ദൂരെ നിന്ന് കേൾക്കുക, പലരും വിളിക്കുമ്പോൾ ഒന്നിച്ചാവുമ്പം കേൾക്കുക എന്നിങ്ങനെയുള്ള കേൾവി മാത്രം അള്ളാഹുവിന് സ്ഥാപിക്കുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തിനെ വികലമായി മനസ്സിലാക്കലാണ്. അള്ളാഹുവിൻ്റെ കേൾവിയും നമ്മളെ കേൾവിയും തമ്മിൽ വേർതിരിയുന്ന പോയിന്റ് ഈ പറഞ്ഞതൊന്നുമല്ല. പിന്നെന്താ? അള്ളാഹുവിൻ്റെ കേൾവി എന്നത് അള്ളാഹു തആലാൻ്റെ സ്വയമുള്ള കേൾവിയാണ്. സ്വയം കേൾവി എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേൾവി എന്നത് സ്വയമുള്ള കേൾവിയല്ല. സ്വയശേഷിയോടെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. പടച്ചവൻ എപ്പോൾ നൽകുന്നുവോ അപ്പം കേൾക്കും, എപ്പം നൽകാതിരിക്കുന്നുവോ അപ്പം കേൾക്കൂല. എത്ര കേൾവിയുള്ളവനും അള്ളാഹു തആല ആ കേൾവി കട്ട് ചെയ്തിട്ട് കൊടുക്കാതിരുന്നാൽ കേൾക്കാൻ കഴിയൂല. ഇതാണ് നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിൽ മാറി നിൽക്കുന്ന പോയിന്റ്. ഈ പോയിന്റ് മനസ്സിലാക്കാതെ നമ്മൾ ഇരുന്നാൽ നിരവധി ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ കുഴഞ്ഞു പോകും. മൊത്തം വരാതിരിക്കാനാണ് പറയുന്നത്. ഒറ്റ ആയത്ത് കേട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വ്യത്യാസം പറയുന്നവർ മരിച്ചുപോയവർ കേൾക്കില്ല എന്ന് പറഞ്ഞത് ശരി, അങ്ങനെ കൂട്ടിക്കോളി. മരിച്ചുപോയവർ കേൾക്കില്ല എന്നായിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം, അങ്ങനെ നമ്മൾ സമ്മതിക്കാം. മരിച്ചുപോയവർ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ശരി. ജീവിച്ചിരിക്കുന്നവർ കേൾക്കുമോ? ജീവിച്ചിരിക്കുന്നവർ കേൾക്കുമോ? ഇപ്പം ഞാൻ ഈ ആയത്ത് ഓതിയപ്പോൾ ഞാൻ പ്രത്യേകം ഊന്നി പറഞ്ഞു, നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി ഈ ദൈവങ്ങൾ കേൾക്കൂല. ഈ ദൈവങ്ങൾ കേൾക്കൂല എന്ന് പറഞ്ഞെടുത്ത് ആൾ ദൈവങ്ങൾ കേൾക്കുമല്ലോ. ആൾ ദൈവങ്ങൾ അല്ലേ? ആൾ ദൈവങ്ങൾ കേൾക്കൂലേ? ആൾ ദൈവം കേൾക്കൂ. അപ്പം ഞാൻ സായിബാബയുടെ മുമ്പിൽ ഇരുന്നിട്ട്, സായിബാബയുടെ അടുത്തിരുന്നിട്ട്, പോയി ഞാൻ അമ്മയെക്കോട്ടെ, ഒരമ്മൻ്റെ അടുത്തിരുന്നിട്ട് ഞാൻ അമ്മയെ വിളിക്കുന്നു, അമ്മ കേൾക്കുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ അള്ളാഹു തആല ഈ വിഗ്രഹ ദൈവങ്ങളെ പറ്റി പറഞ്ഞ അത് ഈ അമ്മക്ക് ഇല്ലല്ലോ.
അമ്മ ദൈവമാകാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വിളിച്ചതുമ്പോൾ അവർ കേൾക്കൂല എന്നതാണ് ദൈവമാകുന്നതിനുള്ള അയോഗ്യതയെങ്കിൽ, ആകാതിരിക്കുന്നത് ഈ കാരണത്തുമ്മലാണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ കേൾക്കും എന്നത് ദൈവമാകാനുള്ള യോഗ്യതയായിട്ട് വേണ്ടേ? അപ്പൊ നമ്മൾ അമ്മയെ വിളിച്ചാൽ കേൾക്കും, അതുകൊണ്ട് അമ്മ ദൈവമാണ് എന്ന് പറയോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ആയത്തുകളിൽ പറയപ്പെട്ട ആയത്തുകളൊക്കെയും ഓരോന്നിടത്ത് വിതരണം ചെയ്താലും മക്ക മുശ്രിക്കുകൾ ബഹുദൈവങ്ങളായി വിശ്വസിക്കുന്ന വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംസാരം. ആ വിഗ്രഹങ്ങളല്ലാത്ത ദൈവങ്ങളെ പൂജിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ബാധകമാണ് എന്ന് പറയാം. അതിനൊന്നും കേസില്ല. അത് മരിച്ചവരായതുകൊണ്ടല്ല. മലക്കുകൾ എന്ന് പറഞ്ഞ പോലെ മരിച്ചോലാണോ? നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ മലക്കുകൾ അതിൽ പെടുന്നു. മലക്കുകൾ മരിച്ചോല ആണോ? അല്ലല്ലോ. മരിക്കാത്ത മലക്കുകളും അതിൽ പെട്ടു എന്നല്ല പറയുന്നത്, അല്ലേ? അപ്പൊ മരിച്ചവർ എന്ന് പറയുന്നതും മരിക്കാത്തവർ എന്ന് പറയുന്നതും ഈ ആയത്തിൽ ഉദ്ദേശ്യമല്ല. ദൈവങ്ങളാക്കി നിങ്ങൾ ആരെയൊക്കെ സങ്കല്പിക്കുന്നുവോ ആ ദൈവങ്ങളൊക്കെയും അയോഗ്യരാകുന്നു. കാരണം കേൾവിയില്ല എന്നാണ് ആ പറയുന്നത്. അത് അടുത്തുള്ളവർക്കും കേൾവിയില്ല, അകലെയുള്ളവർക്കും കേൾവിയില്ല. മരിച്ചാലും കേൾവിയില്ല, ജീവിച്ചാലും കേൾവിയില്ല. എല്ലാവരും കൂടി ഒപ്പം ശബ്ദിച്ചാലും കേൾക്കൂല, ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരും ശബ്ദിച്ചാലും കേൾക്കൂല. അള്ളാഹു മാത്രമേ ശരിക്ക് കേൾക്കുള്ളൂ, സ്വന്തമായി കേൾക്കുള്ളൂ. ഇവിടെയാണ് അള്ളാഹുവും മറ്റുള്ളവരും തമ്മിൽ വേർപെട്ട് നിൽക്കുന്ന പോയിന്റ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന പോലെയുള്ള കേൾവി സങ്കല്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ സിഫത്തിലുള്ള പങ്കു ചേർക്കൽ എന്ന് മൊത്തം മനസ്സിലാക്കി. അങ്ങനെ വന്നാൽ അള്ളാഹുവിന്റെ കേൾവി പോലത്തെ കേൾവി സങ്കല്പിക്കുക വേറെ സൃഷ്ടികൾക്ക്. അള്ളാഹുവിന്റെ കേൾവി എന്ത് കേൾവിയാണ്? ആരും നൽകാതെ സ്വയമുള്ള കേൾവി. ഈ കേൾവി ഏതെങ്കിലും വിഗ്രഹത്തിനോ ജീവിച്ചിരിക്കുന്ന ആൾ ദൈവത്തിനോ ഒരു കല്ലിനോ മണ്ണിനോ മലക്കിനോ ജിന്നിനോ മനുഷ്യനോ മരത്തിനോ ക്ഷേത്രത്തിനോ കെട്ടിടത്തിനോ എന്തിന് സങ്കല്പിച്ചാലും ശിർക്കാവും, അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർക്കലാവും. അതിലിവിടെ തർക്കമല്ല. ഇവിടെ ഔലിയാക്കളെ വിളിക്കുന്ന ആളുകളൊന്നും അള്ളാഹു അല്ലാത്ത ആ ഔലിയാക്കളെ ഔലിയാക്കൾ എന്നതിനപ്പുറം ഉയർത്തുന്നില്ല. ഔലിയ എന്നാണ് ഇതിൻ്റെ അപ്പുറം. ഔലിയ എന്നുള്ള നിലക്ക് അവരെന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഉദ്ദേശത്തിനനുസരിച്ച് അവർ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ വിളിക്കുമ്പോൾ അള്ളാഹുവിലുള്ള കേൾവിയുടെ അതേ ഗുണം ഔലിയാക്കൾക്ക് ചാർത്തി കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ജീവിതകാലത്ത് അവരെങ്ങനെയൊക്കെ കേട്ടിരുന്നോ അതേമാതിരി കേൾക്കുമെന്ന് വിശ്വസിക്കാം. ഇനി കേൾക്കുന്നില്ലെങ്കിൽ തന്നെ കേൾക്കാത്തതിനെ വിളിക്കലൊക്കെ ശിർക്കാവും. കേൾക്കാത്തതിനെ ഞാൻ ഈ തൂണിനെ വിളിക്കുക, തൂണെ എന്ന് വിളിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇതിന് ശിർക്ക് എന്ന് പറയോ? ശിർക്കല്ലത്, അബദ്ധം അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ കേൾക്കാത്തവനെ വിളിക്കുന്നതിനോ കേൾക്കാത്തതിനെ വിളിക്കുന്നതിനോ ശിർക്ക് എന്ന് പറയാൻ അവിടെ ഒരു വകുപ്പില്ല. കേൾക്കാത്തതാണെങ്കിൽ അതിനെ വിളിക്കുന്നത് അബദ്ധമാണ്, കേൾക്കുന്നതാണെങ്കിൽ അതിനെ വിളിക്കുന്നത് കൊള്ളാം, സാധാരണഗതിക്ക് കൊള്ളാം. നമ്മൾ കേൾക്കുന്ന വിചാരിക്കുന്ന അടുത്തവൻ തന്നെ ചിലപ്പോൾ കേൾക്കും ചിലപ്പോൾ കേൾക്കൂല. എന്നാലും കേൾക്കാത്തവനെ വിളിച്ചിട്ട് നമ്മൾ എന്താണോ കേൾക്കാത്തത്, 100 വട്ടായി എന്നെ വിളിക്കുന്നു എന്നിട്ട് നീ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതുവരെ കേൾക്കാത്തപ്പം വിളിച്ചതൊക്കെ ശിർക്കായോ? അപ്പൊ കേൾക്കാത്ത സമയത്തോ കേൾക്കാത്തതിനെയോ വിളിക്കുക എന്നത് ശിർക്കാവലും അത് ശിർക്കാവാനുള്ള ന്യായവും ഇല്ല. അള്ളാഹുവും അള്ളാഹു അല്ലാത്തവരും തമ്മിൽ വിട്ടു നിൽക്കുന്ന പോയിന്റ് കേൾവിയിലാവട്ടെ, കാഴ്ചയിലാവട്ടെ, അറിവിലാവട്ടെ, കഴിവിലാവട്ടെ, ഇറാദത്തിലാവട്ടെ, എന്തു ഗുണങ്ങളിലാവട്ടെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊക്കെ സ്വയം ഉള്ളതാണ്, ആരും നൽകാത്തതാണ്, എന്നും ഉള്ളതാണ്, ഇല്ലായ്മയിൽ നിന്നും ഉണ്ടായതല്ല, ഇനി നശിക്കുകയുമില്ല, എന്നും ഉണ്ടാവും. ഈ പറയുന്നതൊന്നും മനുഷ്യനോ മറ്റേതോ കേൾവിക്കില്ല. നമ്മളെ കേൾവി നമ്മൾ തന്നെ പുതുതായി ഉണ്ടായതാണ്. അതിൻ്റെ മുമ്പ് നമ്മളില്ല, കേൾവിയുമില്ല. നമ്മുടെ കേൾവി നമ്മൾ ഉണ്ടാകുമ്പോൾ തന്നെ ചിലപ്പോൾ ഇല്ലാതിരിക്കാം, കേൾവിയില്ലാതെ പൊട്ടനാകാം. അള്ളാഹു താല പിൻവലിച്ചാലേ, അള്ളാഹു താല നൽകുന്നില്ലെങ്കിൽ. ഇതാണ് അള്ളാഹുവും സൃഷ്ടികളും തമ്മിൽ വേറിട്ട് നിൽക്കുന്ന പോയിന്റ്. അള്ളാഹുവിനുള്ള അതേ അർത്ഥത്തിൽ കേൾവിയോ അറിവോ മറ്റേതെങ്കിലും ഗുണമോ മറ്റൊരു സൃഷ്ടിയിൽ നമ്മൾ ആരോപിക്കുന്നത് ശിർക്കാണ് എന്ന് സംസാരിക്കാം. അതിനെ മനസ്സിലാവുള്ളൂ. ഇനി വരട്ടെ നിങ്ങളെ സംശയം, നല്ല മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു ആയത്ത് ഹദീസ് നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തരില്ല. അത് ആയത്തു ഹദീസിലല്ല. ആയത്തു ഹദീസും ചോദിക്കുന്നതിന് ആധാരമാക്കി നിങ്ങൾ മനസ്സിലാക്കുന്നിടത്തെ പിഴവ് തിരുത്തൽ അത്യാവശ്യം.